ആത്മസ്വരൂപ ആനന്ദരൂപ ആത്മസ്വരൂപ ആനന്ദരൂപ ആശ്വാസമേകുവാൻ നീ വരിക. ആകാശവീഥികൾ ചായിച്ചിറങ്ങി ആത്മാവിൻ വേദിയിൽ വാണരുൾക. ആത്മസ്വരൂപ ആനന്ദരൂപ ആശ്വാസമേകുവാൻ നീ വരിക. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെയും യേശു ക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഒരിക്കൽ കൂടി കർത്താവിൻ്റെ രക്ഷയേകുന്ന ഈ ബലിപീഠത്തിൽ ചുറ്റുമായിരിക്കുവാൻ കൃപ ലഭിച്ചതിനെയോർത്ത് ദൈവത്തിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് കൃതജ്ഞതയുടെ ഈ ബലിയർപ്പണം ഏറ്റവും യോഗ്യമായ രീതിയിലും വിശ്വാസത്തിൽ നിറഞ്ഞുമായി നമുക്ക് അർപ്പിക്കാം. ഒപ്പം തന്നെ ഈ വിശുദ്ധ ബലി യഥായോഗ്യതയോടുകൂടി അർപ്പിക്കേണ്ടതിന് ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് മനസ്തപിക്കുകയും കർത്താവിൻ്റെ കാരുണ്യത്തിനായി കേണപേക്ഷിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങ് പണിതുയർത്തിയവരെ അങ്ങേ സംരക്ഷണത്തിൽ നിന്നും അങ്ങ് ഒരിക്കലും തള്ളിക്കളയുകയില്ലല്ലോ. അങ്ങേ നാമത്തോട് എപ്പോഴും ഞങ്ങൾ ഭക്തിയാദരങ്ങളും സ്നേഹമുള്ളവരുമാകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. വിലാപങ്ങളുടെ പുസ്തകത്തിൽ നിന്ന്. കർത്താവ് യാക്കോബിൻ്റെ കൂടാരങ്ങളെ നിഷ്കരണം നശിപ്പിച്ചു. സിയോൻ പുത്രിയുടെ ശ്രേഷ്ഠന്മാർ മൂകരായി നിലത്തിരിക്കുന്നു. അവർ തങ്ങളുടെ തലയിൽ പൂഴി വിതറി. അവർ ചാക്കുടുത്തു. ജെറുസലേം കന്യകമാർ നിലം പറ്റെ തലകുനിച്ചു. കരഞ്ഞു കരഞ്ഞ് എൻ്റെ കണ്ണുകൾ ക്ഷയിച്ചു. എൻ്റെ ആത്മാവ് അസ്വസ്ഥമാണ്. എൻ്റെ ഹൃദയം ഉരുകിപ്പോയി. എന്തെന്നാൽ എൻ്റെ ജനത്തിൻ്റെ പുത്രി നശിച്ചു. ശിശുക്കളും കുട്ടികളും നഗരവീഥികളിൽ മയങ്ങി വീഴുന്നു.
മുറിവേറ്റവരെ പോലെ നഗരവീഥികളിൽ തളർന്നു വീഴുമ്പോൾ, മാതാപിതാക്കളുടെ മടിയിൽ വെച്ച് ജീവൻ വാർന്നു പോകുമ്പോൾ അവർ തങ്ങളുടെ അമ്മമാരോട് കരഞ്ഞുകൊണ്ട് അപ്പവും വീഞ്ഞും എവിടെയെന്ന് ചോദിക്കുന്നു. ജെറുസലേം പുത്രി, നിനക്ക് വേണ്ടി ഞാൻ എന്തു പറയും? നിന്നെ ഞാൻ എന്തിനോട് ഉപമിക്കും? കന്യകയായ സിയോൻ പുത്രി, നിന്നെ ആശ്വസിപ്പിക്കുവാൻ ഞാൻ നിന്നെ എന്തിനോട് താരതമ്യപ്പെടുത്തും? നിന്റെ നാശം സമുദ്രം പോലെ വിശാലമാണ്. ആർക്ക് നിന്നെ പുനരുദ്ധരിക്കാനാകും? നിന്റെ പ്രവാചകന്മാർ നിനക്ക് വേണ്ടി കണ്ടത് വഞ്ചനാത്മകമായ വ്യാജ ദർശനങ്ങളാണ്. നിന്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടി നിന്റെ അകൃത്യങ്ങൾ അവർ മറന്നീക്കി കാണിച്ചില്ല. അവരുടെ ദർശനങ്ങൾ മിഥ്യയും വഞ്ചനാത്മകമായിരുന്നു. സിയോൻ പുത്രി, കർത്താവിനോട് ഉറക്കെ നിലവിളിക്കുക. രാവും പകലും മഹാപ്രവാഹം പോലെ കണ്ണുനീരൊഴുകട്ടെ. നീ വിശ്രമിക്കരുത്, കണ്ണുകൾക്ക് വിശ്രമം നൽകരുത്. രാത്രിയിൽ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്കെ നിലവിളിക്കുക. കർത്താവിൻ്റെ സന്നിധിയിൽ ജലധാര പോലെ നിന്റെ ഹൃദയത്തെ ചൊരിയുക. നാൽക്കവലകളിൽ വിശന്ന് തളർന്നു വീഴുന്ന നിന്റെ മക്കളുടെ ജീവന് വേണ്ടി നീ അവിടുത്തെ സന്നിധിയിലേക്ക് കൈകൾ ഉയർത്തുക. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവെ, അങ്ങയുടെ ദരിദ്രരുടെ ജീവനെ എന്നേക്കും മറക്കരുതേ. കർത്താവെ, കർത്താവേ, അങ്ങയുടെ ദരിദ്രരുടെ ജീവനെ, അങ്ങയുടെ ദരിദ്രരുടെ ജീവിതത്തെ എന്നേക്കും മറക്കരുതേ. അങ്ങ് മറക്കരുതേ. ദൈവമേ, ഞങ്ങളെ എന്നേക്കുമായി തള്ളിക്കളഞ്ഞത് എന്തുകൊണ്ട്? അങ്ങയുടെ മേച്ചിൽ പുറത്തെ ആടുകളുടെ നേരെ അങ്ങയുടെ കോപം ജ്വലിക്കുന്നത് എന്തുകൊണ്ട്? അങ്ങ് പണ്ടേ തിരഞ്ഞെടുത്ത ജനത്തെ അങ്ങ് വീണ്ടെടുത്ത് അവകാശമാക്കിയ ഗോത്രത്തെ ഓർക്കണമേ. അവിടുന്ന് വസിച്ചിരിക്കുന്ന സിയോൻ മലയെ സ്മരിക്കണമേ. കർത്താവേ, കർത്താവേ, അങ്ങയുടെ ദരിദ്രരുടെ ജീവനെ, ദരിദ്രരുടെ ജീവിതമേ എന്നേക്കും മറക്കരുതേ. എന്നേക്കും മറക്കരുതേ. അന്തമറ്റ അവശിഷ്ടങ്ങളിലേക്ക് അങ്ങയുടെ പാദങ്ങൾ തിരിക്കണമേ. ദേവാലയത്തിലുള്ളതെല്ലാം ശത്രു നശിപ്പിച്ചിരിക്കുന്നു. അങ്ങയുടെ വൈരികൾ അങ്ങയുടെ വിശുദ്ധ സ്ഥലത്തിൻ്റെ നടുവിൽ അലറി. അവിടെ അവർ തങ്ങളുടെ വിജയക്കൊടി നാട്ടി. കർത്താവേ, കർത്താവേ, അങ്ങയുടെ ദരിദ്രരുടെ ജീവനെ എന്നേക്കും മറക്കരുതേ. എന്നേക്കും മറക്കരുതേ. മരം വെട്ടുകാർ മരം മുറിക്കുന്നത് പോലെ അവർ ദേവാലയത്തിൻ്റെ കവാടത്തിലെ കടഞ്ഞെടുത്ത അഴികൾ മഴുകൊണ്ടും കുടം കൊണ്ടും തകർത്തു. അങ്ങയുടെ ആലയത്തിന് അവർ തീവച്ചു. അങ്ങയുടെ നാമം വസിക്കുന്ന ശ്രീകോവിൽ അവർ ഇടിച്ചു നിരത്തി അശുദ്ധമാക്കി. കർത്താവേ, അങ്ങയുടെ ദരിദ്രരുടെ ജീവനെ എന്നേക്കും മറക്കരുതേ. അങ്ങയുടെ ഉടമ്പടിയെ പരിഗണിക്കണമേ. ഭൂമിയുടെ ഇരുണ്ട ഇടങ്ങളിൽ അക്രമം കൂടിയിരിക്കുന്നു. മർദ്ദിതർ ലജ്ജിതരാകാൻ സമ്മതിക്കരുതേ. ദരിദ്രരും അഗതികളും അങ്ങയുടെ നാമം പ്രകീർത്തിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ ദരിദ്രരുടെ ജീവനെ എന്നേക്കും മറക്കരുതേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തു നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നും. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു കഫർനാമിൽ പ്രവേശിച്ചപ്പോൾ ഒരു ശതാധിപൻ അവൻ്റെ അടുക്കൽ വന്ന് യാചിച്ചു, കർത്താവേ, എൻ്റെ വൃദ്ധൻ തളർവാദം പിടിപെട്ട് കഠിന വേദന അനുഭവിച്ച് വീട്ടിൽ കിടക്കുന്നു.
യേശു അവനോട് പറഞ്ഞു, ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം. അപ്പോൾ ശതാധിപൻ പ്രതിവചിച്ചു, കർത്താവേ, നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. നീ ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെടും. ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ്, എൻ്റെ കീഴിലും പടയാളികളുണ്ട്. ഒരുവനോട് പോവുക എന്ന് പറയുമ്പോൾ അവൻ പോകുന്നു, അവനോട് വരിക എന്ന് പറയുമ്പോൾ അവൻ വരുന്നു. എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറയുമ്പോൾ അവൻ അത് ചെയ്യുന്നു. യേശു ഇത് കേട്ട് ആശ്ചര്യപ്പെട്ട് തന്നെ അനുഗമിച്ചിരുന്നവരോട് പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതുപോലെയുള്ള വിശ്വാസം ഇസ്രയേലിൽ ഒരുവനിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും നിരവധി ആളുകൾ വന്ന് അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ വിരുന്നിനിരിക്കും. രാജ്യത്തിൻ്റെ മക്കളാകട്ടെ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് എറിയപ്പെടും. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. യേശു ശതാധിപനോട് പറഞ്ഞു, പൊയ്ക്കൊള്ളുക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയത്ത് തന്നെ ഭൃത്യൻ സുഖം പ്രാപിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. യേശു ക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, വിശ്വാസത്തിൽ ജീവിക്കുകയും വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുകയും ആ വിശ്വാസത്തിൽ ഫലം കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു സുവിശേഷ ഭാഗമാണ് ഇന്ന് നമ്മൾ വായിച്ചു കേട്ടത്. ശതാധിപൻ്റെ വിശ്വാസം. ശതാധിപൻ്റെ വിശ്വാസം ഇത്രയുമായിരുന്നു. അതായത് യേശുനാഥൻ ഒരു വാക്ക് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ യേശുനാഥൻ തൻ്റെ ആഗ്രഹത്തിൽ നിന്നും ഒരു വാക്ക് പറഞ്ഞാൽ മതി, ആ വാക്ക് ഫലമണിയും എന്ന് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നു. ആകാശം മാറും, ഭൂതലവും മാറും, എന്നാൽ ആദ്യം മുതലേ മായാതുള്ളത് മാറാതെയുള്ളത് ദൈവവചനമാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, വചനത്തിൽ ഇത് വായിക്കുന്നുണ്ട്, എന്നാൽ ഈ വചനത്തിൽ എത്രമാത്രം ആൾക്കാർ വിശ്വാസം അർപ്പിച്ച് അവനോട് ചോദിക്കുന്നുണ്ട്. കാരണം വചനം പറയുന്നു, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, ഈ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയാണ് ശതാധിപൻ്റെത്. കാരണം നീ എൻ്റെ വീട്ടിൽ വന്ന് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല, നിന്റെ ഒരു വാക്ക് മതിയല്ലോ എൻ്റെ ഭൃത്യൻ സുഖം പ്രാപിക്കുവാനായിട്ട് എന്ന്. പ്രിയപ്പെട്ടവരെ, ഇവിടെ യേശുവിനെ കഷ്ടപ്പെടുത്തുവാനായിട്ട് അവൻ ആഗ്രഹിക്കുന്നില്ല അവൻ്റെ ഭവനത്തിലേക്ക്. അതൊരു പക്ഷേ യേശു കഷ്ടപ്പെട്ട് വരേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ രണ്ടാമത്തെ ഉള്ള അവൻ്റെ ചിന്ത ഇങ്ങനെ ആയിരിക്കാം, അവൻ എൻ്റെ ഭവനത്തിലേക്ക് വരത്തക്ക വിധത്തിലുള്ള യോഗ്യതയൊന്നും എനിക്ക് ഇല്ല, എങ്ങനെയാണ് അയോഗ്യനായ എൻ്റെ ഭവനത്തിലേക്ക് ഞാൻ അവനെ സ്വീകരിക്കുന്നത് എന്ന്. പ്രിയപ്പെട്ടവർ, ഇത് ഏതുമാവട്ടെ, ഇതൊരു വിശ്വാസമാണ്. കാരണം ഞാൻ അവൻ്റെ അടുത്ത് ചെന്നാൽ മതി, അവൻ അത് നോക്കിക്കൊള്ളും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വിശ്വാസമുണ്ടെങ്കിൽ എൻ്റെ പ്രാർത്ഥനകളിലും അത് നിറഞ്ഞു നിൽക്കും. ഞാൻ എൻ്റെ ആവശ്യങ്ങൾ അവൻ്റെ സമക്ഷം വയ്ക്കുന്നു, അവനറിയാം. എന്നെ സംബന്ധിച്ചിടത്തോളം, എൻ്റെ ജീവിതത്തിൽ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്, അല്ലെങ്കിൽ ഏറ്റവും ഉചിതമായിട്ടുള്ളത് എന്താണെന്ന് അവനറിയാം. ആയതിനാൽ ഞാൻ എൻ്റെ ആഗ്രഹം അവൻ്റെ മുമ്പിൽ വയ്ക്കുന്നതേ ഉള്ളൂ, അവൻ പ്രവർത്തിക്കട്ടെ. ആ ഒരു വിശ്വാസം, പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള വിശ്വാസത്തിൻ്റെ മുമ്പിൽ കർത്താവിന് വെറുതെ ഇരിക്കുവാനായിട്ട് സാധിക്കുകയില്ല. കാരണം ഈ ശതാധിപൻ്റെ വിശ്വാസം കണ്ടിട്ട് അവൻ്റെ വൃത്തിന് സുഖം കൊടുക്കുക മാത്രമല്ല യേശുനാഥൻ ചെയ്തത്, അവനെ പ്രകീർത്തിക്കുക. ഇസ്രയേലിൽ പോലും ഇത്തരത്തിലുള്ള ഒരു വിശ്വാസിയെ ഞാൻ കണ്ടിട്ടില്ല എന്നർത്ഥത്തിൽ യേശുനാഥൻ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ,
ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരുപക്ഷെ യേശുനാഥൻ പറയേണ്ടത് ഇങ്ങനെയായിരിക്കും, എന്നാ സഭയിൽ പോലും ഞാൻ ഇങ്ങനെ ഒരു വിശ്വാസം കാണുന്നില്ല എന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക്. കാരണം എന്താണ്? പിടിച്ചുവലിയാണ്, എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പിടിച്ചുവലി. അത് ഈ ലോക ജീവിതത്തിൽ നിന്ന് തന്നെ ആയിരിക്കാം നമ്മൾ പഠിച്ചെടുക്കുന്നത്. കാരണം എന്തെങ്കിലും കാര്യം സൗജന്യമായി ആരെങ്കിലും എവിടെയെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കയ്യിലാക്കാനുള്ള ഒരു വെപ്രാളമാണ്. അത് നമ്മൾ പലയിടങ്ങളിലും കാണുന്ന കാര്യമാണ്. എന്നാൽ ഇത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്, എല്ലാവർക്കും ലഭിക്കുക തന്നെ ചെയ്യും എന്നുള്ള അർത്ഥത്തിൽ എന്താ ഒരു സാവകാശം, ഒരു ശാന്തത, ഒരു വിശ്വാസം അതില്ലാത്തൊരവസ്ഥയാണ്. അത് ഈ ലോകത്തിൻ്റെതായിട്ടുള്ളൊരു ചിന്തയാണ്. പ്രിയപ്പെട്ടവരെ, ആത്മീയമായിട്ടുള്ളൊരു കാര്യത്തിൽ എന്തിനാണ് അത്ര വലിയ പിടിമുറുക്കം? കർത്താവ് എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യും. കർത്താവ് ഇത് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ പ്രതിഫലമായിട്ട് അല്ലെങ്കിൽ പ്രത്യുത്തരമായിട്ട് ഞാൻ ഇന്നത് കാഴ്ചവെക്കും, ഇന്നത് സമർപ്പിക്കും, നേർച്ച നേരുകയാണ്. ശരിക്കും പറഞ്ഞാൽ എന്താണ്, എത്രമാത്രമാണ് ആത്മീയമായിട്ട് നമ്മൾ വളർന്നിട്ടുള്ളതെന്ന് നമ്മളെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന, ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞിട്ടും അല്ലെങ്കിൽ ക്രിസ്ത്യാനിയാണെന്ന് പറയുമ്പോഴും കൗദാശിക ജീവിതത്തിൽ നല്ല താല്പര്യത്തോടുകൂടെ ചെയ്യുന്നുണ്ട്. വിശുദ്ധ കുർബാന എല്ലാ ദിവസവും, സാധിക്കുന്ന എല്ലാ ദിവസവും, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് കടമുള്ള തിരുനാളുകളിലെങ്കിലും ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോഴും, കുമ്പസാരിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോഴും എന്താണ്? വിശ്വാസം തന്നെ രക്ഷിക്കുമാറ്. വിശ്വാസമാണ് ഇവിടെ അളവുകോലായിട്ട് നമ്മൾ എടുക്കേണ്ടത്. അതിനാൽ പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം നമ്മുടെ വിശ്വാസത്തെ ഈ തിരുവൽത്താരയിൽ സമർപ്പിച്ചുകൊണ്ട്, കർത്താവേ, അങ്ങിലാണ് എൻ്റെ രക്ഷ എന്നുള്ള ആ വിശ്വാസത്തിൽ ജീവിക്കാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ജീവിതാർച്ചനാ വേളയായിതാ, മാനസങ്ങളിൽ പൂജയാ. സ്നേഹനായക ജീവദായക, സ്വീകരിക്കുകീ പൂകൾ. കണ്ണുകൾക്കു നീ പുതിയ കൈത്തിരി, കാതുകൾക്കു നീ മാധുരി. കണ്ണുനീരിലും കാൺമു പുഞ്ചിരി, കാഴ്ച നൽകിടാം മഞ്ജരി, കാഴ്ച നൽകിടാം മഞ്ജരി. ജീവിതാർച്ചനാ വേളയായിതാ, മാനസങ്ങളിൽ പൂജയാ. സ്നേഹനായക ജീവദായക, സ്വീകരിക്കുകീ പൂകൾ. സഹോദരൻ്റെ നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, സംപ്രീതിയുടെയും സ്തുതിയുടെയും ഈ ബലി സ്വീകരിക്കണമേ. അതിൻ്റെ പ്രവർത്തനത്താൽ ശുദ്ധീകരിക്കപ്പെട്ട് അങ്ങേക്ക് പ്രീതികരമായവ ഞങ്ങളുടെ മാനസങ്ങളുടെ സ്നേഹസമർപ്പണം സമർപ്പിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. ഏറ്റവും പരിശുദ്ധനായ പിതാവേ, അങ്ങേ പ്രിയപുത്രനായ യേശു ക്രിസ്തുവിലൂടെ എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും
യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പരിശുദ്ധാത്മാവിനാൽ മനുഷ്യാവതാരം ചെയ്യുകയും കന്യകയിൽ നിന്ന് ജാതനാകുകയും ഞങ്ങൾക്ക് രക്ഷകനും ഉദ്ധാരകനുമായി അങ്ങ് അയക്കുകയും ചെയ്ത് അങ്ങേ വചനം വഴി അങ്ങ് സമസ്തവും സൃഷ്ടിച്ചു. അങ്ങേ തിരുവള്ളം നിറവേറ്റിക്കൊണ്ടോ പരിശുദ്ധമായ ഒരു ജനത്തെ നേടിത്തന്നുകൊണ്ടോ പീഡാസഹന വേളയിൽ കൈകൾ വിരിച്ച് അവിടുന്ന് മരണോന്മൂലനം ചെയ്യുകയും ഉദ്ധാനം വെളിപ്പെടുത്തുകയും ചെയ്തു. ആകയാൽ മാലാഖമാരോടും എല്ലാ വിശുദ്ധരോടും ചേർന്ന് അങ്ങേ മഹത്വം പ്രകീർത്തിച്ച് ഞങ്ങളും ഏകസ്വരത്തിൽ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും പിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവേൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയിർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണോയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലിയോ പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത സഭയെ അങ്ങേ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടുകൂടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരണത്താൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും
ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യ ഉപദേശത്താൽ രോധകൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം, സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടേണം. അന്നു വേണ്ടുന്നോരാഹാരമെന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർ തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്ക. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങ് അപ്പോസ്തലന്മാരുടെ അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളിലല്ല പിന്നെ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനം ഐക്യം നൽകാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പര സമാധാനം ആശംസിക്കുവേൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകേണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളേക്കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകുദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ
എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിധനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങേ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമീൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, തിരുശരീരത്തിൻ്റെ അമൂല്യമായ രക്തത്തിൻ്റെയും പോഷണത്താൽ നവീകൃതരായി അങ്ങേ കാരുണ്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നിരന്തര ഭക്തിയാൽ അനുഷ്ഠിക്കുന്നത് സുനിശ്ചിതമായ രക്ഷയിലൂടെ ഞങ്ങൾ പ്രാപിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവ് നിങ്ങളോടുകൂടെയും സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യ പൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. നന്മ നിറഞ്ഞോരമ്മേ, അതിധന്യേ അതിധന്യേ രാജകന്യേ. നന്മ നിറഞ്ഞോ